സഭയിലെ വൈദികർ എന്നാൽ ബലി അർപ്പകരാണ്. അവർക്ക് വേണ്ടത് ബലി അർപ്പണത്തിൽ തീക്ഷ്ണതയുള്ള ഒരു വൈദികനെയാണ്. ആനയ്ക്ക് ആനയുടെ യഥാർത്ഥ ശക്തി അറിയില്ല. അതുപോലെ തന്നെയാണ് പൗരോഹിത്യവും. അതിന്റെ യഥാർത്ഥ വില അറിഞ്ഞാൽ ഒരു പുരോഹിതൻ പുരോഹിതനായി മാറിയിരിക്കും. ഒരു പുരോഹിതൻ വെറും ഒരു പുരോഹിതനാകാൻ വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ, ഒരു വിശുദ്ധനായ പുരോഹിതനാകാൻ വേണ്ടിയാണ് പ്രാർത്ഥനകൾ. അതിന് വിശുദ്ധ കുർബാനയെ കുറിച്ച് നന്നായ അറിവുണ്ടാകണം. ജനാഭിമുഖമല്ല, അൾത്താര അഭിമുഖ, ദൈവാഭിമുഖ കുർബാന. തിരുക്കർമ്മങ്ങളിൽ ഏറെ സംതൃപ്തി ഒരു വൈദികന് തോന്നണമെങ്കിൽ, പുരോഹിതന്റെ പ്രാർത്ഥന അതിന് പൂർണ്ണതയിലെത്തണമെങ്കിൽ ആ പുരോഹിതൻ ഇനിയും കൂടുതൽ പ്രാർത്ഥിക്കണം. ആദ്യ ബലി അർപ്പണത്തിൽ തന്നെ ഒരു വിശുദ്ധനായ പുരോഹിതനായി മാറും ഒരു പുരോഹിതൻ. ഇനി ഈ വിശുദ്ധിയുടെ പൂർണ്ണതയിലെത്തണമെങ്കിൽ ഇനിയും തന്റെ ദൗത്യം ജീവിതകാലം മുഴുവൻ ദൈവഹിതത്തിന് അനുസരണം മുന്നേറണം. പ്രാർത്ഥിക്കുക എന്നത് വൈദികനും നിയോഗമാണ്. ഒരു പുരോഹിതന്റെ വില മനസ്സിലാക്കിയാൽ പിന്നെ മറ്റ് പുരോഹിതരെ പലപ്പോഴും അസൂയയോടെ നോക്കേണ്ടി വരും. മറ്റ് പുരോഹിതർക്ക് വേണ്ടിയും ഒരു പുരോഹിതൻ പ്രാർത്ഥിക്കണം. ഒരു പുരോഹിതൻ മറ്റൊരു പുരോഹിതനെ കുറിച്ച് ഒരിക്കലും കുറ്റം പറയരുത്. വലിയ പണ്ഡിതനും അൽമായരെ സ്നേഹിക്കുകയും ചെയ്യുന്ന ആളാകണം പുരോഹിതൻ. ഇടവക വികാരിമാർക്ക് സ്ഥലം മാറ്റം അത് നല്ലതാണ്. വിശുദ്ധി പരത്തുന്ന പുരോഹിതരുടെ സംഘം എല്ലാ ഇടവകയിലും പരക്കണം. വൈദികർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അതിപ്രകാരമാണ്: ഇവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും പരത്തിൽ നിത്യ സൗഭാഗ്യം ഉണ്ടാകാനും ഇടയാകട്ടെ. വൈദികരുടെ വിലയോർത്ത് ഈ ഭാഗം വരുമ്പോൾ അഭിമാനം തോന്നുന്ന പല മുതിർന്ന പുരോഹിതരും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എല്ലാ പുരോഹിതർക്കും ഒരേ കാഴ്ചപ്പാടല്ല, വ്യത്യസ്തമായ കാഴ്ചപ്പാടുണ്ട്. തീർച്ചയായും ഈ വ്യത്യസ്ത കാഴ്ചപ്പാടുകളുള്ള ഒരു പുരോഹിതന് ഒരു ഇടവകയിൽ മാറി വരുമ്പോൾ ആ ഇടവകയിലും വ്യത്യസ്തമായ നന്മകൾ വന്നുകൊള്ളും. ഒരു പുരോഹിതൻ ഒരു ഇടവകയ്ക്ക് സ്വന്തമാണെങ്കിലും മറ്റു പല ഇടവകയ്ക്കും അദ്ദേഹം സ്വന്തമായിരിക്കണം. എല്ലാവരുടെയും സ്വന്തമായ അവന് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ക്രിസ്തുവിന്റെ സ്വന്തമാകാനുള്ള ഭാഗ്യം ലഭിക്കും. എല്ലാവരുടെയും സ്വന്തം ഒരു പുരോഹിതന്റെ കാഴ്ചപ്പാടുകളും ഒരു ഇടവകയെ തന്നെ മാറ്റിമറിക്കും. വിശ്വാസികൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ കിട്ടിയപ്പോൾ പള്ളിയിൽ കുർബാന അർപ്പിക്കാൻ വരുന്നവരുടെ എണ്ണം വർദ്ധിച്ചു എന്നാണ് പല ഇടവകയിൽ നിന്നുള്ള കണക്കുകൾ. കുർബാനയുടെ എണ്ണം കൂട്ടുമ്പോൾ വിശ്വാസികളുടെ എണ്ണം കുറയുകയല്ല, ഏറുകയാണ്, ഇരട്ടിയാവുകയാണ്. വിശുദ്ധ കുർബാനയെ സ്നേഹിക്കുന്ന വൈദികർ വിശുദ്ധനായി തന്നെ തീരുമെന്ന് മാത്രമല്ല, കുടുംബങ്ങളെയും സഭയെയും ഇടവകയെയും വിശുദ്ധിയിലേക്ക് നയിക്കുകയും ചെയ്യും. ഇനി വിശ്വാസികൾ വൈദികന്റെ വില അറിയണം. വൈദികർ വിശ്വാസികളുടെ സ്വന്തമാണ്, സഭയുടെ സ്വന്തമാണ്. അതോടൊപ്പം അവർ ദൈവത്തിന്റെ സ്വന്തമാണ്. ഭൂമിയിൽ നമ്മുടെ ആത്മാക്കളുടെ സംരക്ഷണം അവരെയാണ് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. അവരർഹിക്കുന്ന ബഹുമാനം, ആദരവ് നൽകേണ്ടതാണ്. വിശ്വാസികളുടെ കടമയാണിത്. അതൊരിക്കലും വിശ്വാസികളും മറക്കരുത്.